എല്ലാവർക്കും ക്വിസ് ബ്രെയിനിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന 97% ആൾക്കാരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1857. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റിലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ചത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ എന്ന സംസ്ഥാനത്താണ് ചമ്പാരൻ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം VD സവർക്കർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എത്രയാണ്? ഉത്തരം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം എത്രയാണ്? ഉത്തരം 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കിയ മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം എത്രയാണ്? ഉത്തരം 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി ഇന്ത്യയിലെത്തിയത്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയഗാനം രചിച്ചത്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയത്. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോഴാണ്? ഉത്തരം 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ വച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത്.